ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഡെറിവേറ്റീവ്സ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ചില ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ചില പോയിൻറ്റ്സിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ, ചിലത് ഒരിടത്തും ഡിഫറൻഷ്യബിൾ ആവില്ല, അങ്ങനത്തെ കേസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊരു തിയറം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ തിയറത്തിൻ്റെ പ്രൂഫ് പറഞ്ഞിട്ട് നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവുമോ, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആകുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ ആദ്യം തിയറത്തിലേക്ക് സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഇതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നിട്ട് അവസാനം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഈ പ്രൂഫ് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇത് ചെക്ക് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. തിയറം: സപ്പോസ് ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു u of xy പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. അതായത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാകും. യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്, വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ആൻഡ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് അറ്റ് എ പോയിൻറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട്. ദെൻ the first order partial derivatives of u and v must exist at x0 y0 and they must satisfy the Cauchy-Riemann equations ux equal to vy and uy equal to minus vx. Also, f dash of z0 can be written as f dash of z0 equal to ux plus I into vx where these partial derivatives are to be evaluated at x0 y0. അതായത് ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. അവിടെ ഒരു പോയിന്റിൽ ഇസഡ് നോട്ട് എന്നുള്ളൊരു പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിയൽ പാർട്ട് യു ആണ്, ഇമാജിനറി പാർട്ട് വി ആണ്. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദീസ് കമ്പോണൻസ്, അതായത് യുവിൻ്റെയും വിയിൻ്റെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യു, അതായത് യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ പറയുക, യു എക്സ് എന്നാണ് പറയുക. വിയുടെ വി എക്സ് എന്ന് പറയും. വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, യു വൈ. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ, വിനെ ചെയ്യുകയാണെങ്കിൽ വി വൈ എന്ന് വിളിക്കാം. അപ്പോൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം തന്നെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. യു എക്സ് ഈക്വൽ ടു വി വൈ എന്നുള്ളതും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിനെ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ വളരെ ശ്രദ്ധിക്കണം, എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ഈ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്, സെഡ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട്. നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ ഡെൽറ്റ സെഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡെൽറ്റ സെഡ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഡെൽറ്റ ഡബ്ല്യുവിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്, എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെയും വിൻ്റെയും ടേമിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ
വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എങ്ങനെ എഴുതും ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എങ്ങനെ എഴുതാം. നമ്മൾ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്തായിരുന്നു? ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു ഇതിനെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ് ഈ ലിമിറ്റിനെ. അപ്പോൾ എന്തെഴുതാം? ലിമിറ്റ് ഡെൽറ്റ ഇസഡ് എന്നുള്ളതിന് പകരം എന്തെഴുതി? ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ ടെൻസ് ടു 0 0 റിയലും ഇമാജിനറിയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുക. അപ്പോൾ എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെറ്റ് പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ ടെൻസ് ടു 0 0 ഇമാജിനറി പാർട്ട് ഓഫ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ് അങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും എഴുതുകയാണ്. യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു 0 0 എന്നുള്ളൊരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യണു എന്ന് പറഞ്ഞാൽ അതിന് ഏത് പാത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ പാത്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വെർട്ടിക്കൽ പാത്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഏത് പാത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് പാത്തിൽ കൂടെ വരുന്ന ലിമിറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ ഫലമായിട്ട് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവർ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഹൊറിസോണ്ടൽ പാത്തിൽ കൂടെ അപ്രോച്ച് ചെയ്തേക്കാണ്. ഹൊറിസോണ്ടൽ പാത്തിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈയിൽ ഡെൽറ്റ വൈ എന്താവും? 0. ഓക്കെ, ഡെൽറ്റ വൈ എന്നുള്ളത് 0. അപ്പോൾ അത് 0 0ലേക്ക് ഡെൽറ്റ എക്സ് മാത്രമാണ് വരുന്നത്, ഡെൽറ്റ വൈ എന്നുള്ളൊരു ടേം വരുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട്, കേട്ടോ, പ്ലസ് ഡെൽറ്റ വൈ നോട്ട് ഇല്ല, മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് നമ്മൾ എഴുതാം. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതേ ഫംഗ്ഷനിൽ നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ലിമിറ്റ് ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ ടെൻസ് ടു 0 0 റിയൽ പാർട്ട് ഓഫ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡിൻ്റെ ലിമിറ്റ് നോക്കുകയാണ്. റിയൽ പാർട്ടിൻ്റെ മാത്രം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടേമിനെ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ടേമിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? യു ഓഫ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. റിയൽ പാർട്ടിൽ മാത്രം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുലയാണ്. ഓക്കെ, അവിടെ നമ്മൾ വൈന് ചേഞ്ച് വരുന്നില്ല, എക്സിന് മാത്രം വരുന്ന ചേഞ്ചിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഏത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, കീപ്പിംഗ് വൈ ആസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു യു എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ടേം എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്തെഴുതാം? യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇമാജിനറി പാർട്ടിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അതായത് ഈ പാർട്ടിൽ മാത്രം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു മാറി വി എന്നാവും. വി ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ നോട്ട് മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ബൈ ഡെൽറ്റ എക്സ്. അതെന്ന് പറയുന്നത് എന്താണ്? അവിടെയും വൈ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യണേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെന്ന് കിട്ടി, യു എക്സും വി എക്സും. അപ്പോൾ അത് രണ്ടും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിനെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു എക്സ് എന്നുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സും വി എക്സ് എന്നുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സുമാണെങ്കിൽ ഏത് പോയിന്റിലാണ്? എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളൊരു പോയിന്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു യു എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. കാരണം നമ്മൾ ലിമിറ്റ് റിയൽ പാർട്ടിൻ്റെ ലിമിറ്റും ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റും സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇപ്പോൾ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് നമുക്ക് എന്താ കിട്ടിയത്? യു എക്സ് ആണ് കിട്ടിയത്. ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് നമുക്ക് എന്താ കിട്ടിയത്? വി എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു
ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഫോർമുല. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു യു എക്സ്, അതായത് റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് യു എക്സ് ആയിരുന്നു, പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് വി എക്സ് ആയിരുന്നു. അപ്പോൾ അത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വേറൊരു പാത്ത് കൺസിഡർ ചെയ്യാൻ പോകും. ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ പാത്താണ് എടുത്തത്. ഇനി നമ്മൾ വെർട്ടിക്കൽ പാത്ത് എടുക്കാൻ പോവാം. ഓക്കെ, വെർട്ടിക്കൽ പാത്ത് എടുക്കുമ്പോൾ എന്ത് വരും? 0 0 എന്നുള്ള പോയിന്റിലേക്ക് തന്നെയാണ്. അവിടെ അപ്പോൾ എക്സ് 0 ആണ് വരിക. പിന്നെ എന്താ വരുന്നത്? വൈ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വൈ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സ് 0 ആണ്. വെർട്ടിക്കൽ പാത്ത് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വെർട്ടിക്കൽ പാത്ത് എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? 0 0ലേക്ക് വെർട്ടിക്കൽ പാത്തിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, ഡെൽറ്റ വൈ മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇക്വേഷൻസിന് എന്ത് മാറ്റമാണ് വരിക? ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുവച്ചത് തന്നെയാണ്. യു ഓഫ് എക്സ് നോട്ട് കോമ, അതിൽ വൈ എക്സ് നോട്ട് ഡെൽറ്റ എക്സ് 0 ആയതുകൊണ്ട് എക്സ് നോട്ട് മാത്രമേ വരുള്ളൂ, കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ, താഴെ എന്തായിരുന്നു? എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നായിരുന്നു. അതിൽ ഡെൽറ്റ എക്സ് 0 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഐ ഡെൽറ്റ വൈ ഉണ്ടായിരിക്കും കേട്ടോ, ഐ ഉണ്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററിൽ ഇവിടെ ഐ ഡെൽറ്റ വൈ ഉണ്ട്. ഓക്കെ, അതുപോലെ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ, ഇവിടെയും എന്ത് വരുന്നുണ്ട്? ഐ ഡെൽറ്റ വൈ, ഡിനോമിനേറ്റർ ഐ ഡെൽറ്റ വൈ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് ഐ കളയാനായിട്ട് എന്ത് ചെയ്യുക? ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടേമിന് ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ന്യൂമറേറ്ററിൽ ഐ വരും, ഡിനോമിനേറ്ററിൽ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഐ മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ടേം എന്തായി മാറും? നെഗറ്റീവ് ഐ എന്നുള്ളൊരു ടേമായിട്ട് മാറും. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു ഐ ന്യൂമറേറ്ററിലുണ്ട്. ഓക്കെ, ഓൾറെഡി ഒരു ഐ ഉണ്ട്, ഡിനോമിനേറ്ററിലും ഐ ഉണ്ട്. ആ ഐ എന്ത് ചെയ്താൽ മതി? ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ടേമിൽ ഐ ക്യാൻസൽ ചെയ്ത് പോകുന്നു, പക്ഷേ ഈ ഫസ്റ്റ് ടേമിലെ ഐ എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ സൈൻ നെഗറ്റീവ് ആകുന്നു. ഓക്കെ, അപ്പോൾ ആ പോസിറ്റീവായ ടേം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എഴുതുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവായ ടേം ആദ്യം എഴുതുക എന്ന് പറഞ്ഞാൽ ഐ ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേമാണ് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അത് ആദ്യം എഴുതുന്നു. അപ്പോൾ എന്ത് വരും? വി ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ മൈനസ് ഐ ഇൻറ്റു ആദ്യത്തെ ഫസ്റ്റ് ടേമിൽ നമ്മൾ പറഞ്ഞു ഒരു നെഗറ്റീവ് സൈനും വരും, ഐയും വരും. ഐ ഇൻറ്റു യു ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ബൈ ഡെൽറ്റ വൈ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിമിറ്റ് കാണുകയാണ്. ഓക്കെ, റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും സെപ്പറേറ്റ് ലിമിറ്റ് കാണുന്നു. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ എന്താ സംഭവിക്കുക? റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്? അവിടെ എക്സിന് ചേഞ്ച് ഒന്നുമില്ല, വൈക്ക് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അത് വി വൈ ആണ്, വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നതാണ്. അതുപോലെ ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് ഓൾറെഡി. പിന്നെ എന്ത് വരുന്നു? യുവിനെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നെഗറ്റീവ് യു വൈ എന്ന് വരുന്നു. അത് വളരെ ശ്രദ്ധിക്കണം. നെഗറ്റീവ് യു വൈ കണ്ടോ, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്, നെഗറ്റീവ് യു വൈ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിനെ നമുക്ക് എന്തെഴുതാം? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? വി വൈ ആയിരുന്നു. ഓക്കെ, റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി വൈ ആയിരുന്നു, വി വൈ. അതുപോലെ ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് യു വൈ ആയിരുന്നു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു വി വൈ എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് ഐ ഇൻറ്റു യു വൈ എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് സൈൻ ഔട്ട് സൈഡ് എടുത്തിട്ട് ഒന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? മൈനസ് ഐ ഇൻറ്റു യു വൈ എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി വൈ എക്സ് നോട്ട് വൈ നോട്ട് എന്നെഴുതാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയും ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ്? എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് സൈഡിൽ നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കിട്ടുക? അതിൻ്റെ രണ്ടിൻ്റെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും യു എക്സ് ഈക്വൽ ടു വി വൈ എന്നും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എഫ് ഡാഷ് ഓഫ് ഇസെഡ് എന്നുള്ളത് ഡിഫറൻഷ്യബിൾ ആണ്. ഏത് പോയിന്റിൽ? സെഡ് നോട്ട് എന്നുള്ളൊരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, അതായത് യുവും വിയും,
അതിൻ്റെ രണ്ടിൻ്റെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും അത് രണ്ടും രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നു. ആ രണ്ട് ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് കോഷി റീമാൻ ഇക്വേഷൻസ്. ഏതായിരുന്നു ആ ഇക്വേഷൻസ്? യു എക്സ് ഈക്വൽ ടു വി വൈ എന്നും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡിനെ എങ്ങനെ എഴുതാമെന്നുമാണ് നമ്മൾ പഠിച്ചത്. യു എക്സ് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ നിങ്ങൾ പല തെറ്റുകൾ വരുത്തുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. എഫ് ഓഫ് ഇസഡ് സെറ്റ് നോട്ട് എന്നുള്ളൊരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഓഫ് ഇസഡിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, ദറ്റ് ഇസ് യു ആൻഡ് വി, സാറ്റിസ്ഫൈ ദി കോഷി റീമാൻ ഇക്വേഷൻസ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഡിഫറൻഷ്യബിൾ ആണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് സെഡ് സ്ക്വയർ എന്നുള്ളത് ഡിഫറൻഷ്യബിൾ ആണ്. ഇറ്റ്സ് ഡിഫറൻഷ്യബിൾ എവ്രിവെയർ. ആൻഡ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 2z എന്നാണ് വരിക. അത് ഡിഫറൻഷ്യബിൾ ആണ്, എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കാം. എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്, എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് നോക്കി നോക്കാം എല്ലാ പോയിന്റിലും അത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്താ വരിക? സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് ഐ വൈനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇങ്ങനെയല്ലേ വരുന്നത്? എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy, പിന്നെ ഐ വൈൻ്റെ സ്ക്വയർ ആണ്. ഐ വൈൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഐ സ്ക്വയർ വൈ സ്ക്വയർ ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ മൈനസ് വൈ സ്ക്വയർ എന്നാണ് വരിക, അല്ലേ? അപ്പോൾ അതിൽ റിയൽ പാർട്ട് എന്താ വരിക? ഇത് മാത്രമാണ് റിയൽ പാർട്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് അവിടുത്തെ റിയൽ പാർട്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെഡ് സ്ക്വയറിൽ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതാണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്താ വരിക? ഇത് മാത്രമാണ് ഇമാജിനറി പാർട്ട്, അതായത് 2xy. ഇമാജിനറി പാർട്ട് 2xy വരും. ഓക്കെ, ഇനി യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. യു എക്സ് ഈക്വൽ ടു എന്ത് വരും? 2x എന്നാണ് വരിക. യു എക്സ് ഈക്വൽ ടു 2x എന്ന് വരും. യു വൈ എന്താ വരിക? മൈനസ് 2y എന്നാണ് വരിക. അതുപോലെ വി എക്സ് എന്താ വരിക? വി എക്സ് എന്ന് പറഞ്ഞാൽ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2y എന്ന് വരും. വി വൈ എന്താ വരിക? വി വൈ എന്ന് പറഞ്ഞാൽ 2x ആണ് വരിക. ഓക്കെ, വി എക്സ് എന്ന് പറഞ്ഞാൽ 2y വരും. വി വൈ എന്ന് പറഞ്ഞാൽ 2x വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ യു എക്സിൻ്റെ വാല്യൂ ഏതിനോട് ഈക്വലാണ്? വി വൈയുടെ വാല്യൂവിനോട് ഈക്വലാണ്. അതുപോലെ യു വൈ എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്? യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സിനോട് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ്. ഓക്കെ, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പഠിച്ചത്? യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് എഴുതാമെന്നാണ് പഠിച്ചത്. യു എക്സ് എന്തായിരുന്നു? 2x പ്ലസ് ഐ ഇൻറ്റു യു വൈ എന്ന് പറയുമ്പോൾ എന്താ വരിക? 2y എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്നാണ് വരും. അപ്പോൾ 2x പ്ലസ് ഐ ഇൻറ്റു 2y എന്ന് വരും. 2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ റിയലും ഇമാജിനറി പാർട്ടും എന്താ വരിക? യു ഈക്വൽ ടു എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വി എന്ത് വരും? വൈ ഡിവൈഡ് മൈനസ് ഉണ്ട്, മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് യു എക്സ് കാണാം. യു എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ യു എക്സ് കണ്ടുപിടിച്ചു. ആൻസർ എന്താ വരുന്നത്? വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതുപോലെ നമ്മൾ യു വൈ കണ്ടു, അതുപോലെ വി എക്സ് കണ്ടു, വി വൈ കണ്ടു. ഓക്കെ, എല്ലാം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് കാണേണ്ടത്. അതെല്ലാം കണ്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കണ്ട രണ്ട് എക്സാമ്പിളിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരുന്നു.
അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി എന്ന് കിട്ടി. പക്ഷേ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് തിരിച്ചു പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് പറയണമെങ്കിൽ നമുക്കൊരു സഫിഷ്യൻറ്റ് പാർട്ടും കൂടി പ്രൂവ് ചെയ്യണം. ഈ കോഷി റീമാൻ നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ ഒരു സഫിഷ്യൻറ്റ് പാർട്ട് കൂടി പറഞ്ഞാലാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു നെഗേഷൻ പറയാം. അതായത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ തിരിച്ച് നെഗേഷൻ പറയാം. എന്ത്? കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. ഓക്കെ, കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറയാം? ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. അങ്ങനെ പറയാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കോഷി റീമാൻ ഇക്വേഷൻസ് ആർ നെസസറി കണ്ടീഷൻസ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് അറ്റ് എ പോയിന്റ് സെറ്റ് നോട്ട്. Okay, they can often be used to locate points at which f does not have derivative. കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ ആയിരുന്നു ഇത്. ഈ എക്സാമ്പിൾ എവിടെയായിരുന്നു ഡിഫറൻഷ്യബിൾ? ഓൺലി സീറോയിൽ മാത്രമേ ഇത് ഡിഫറൻഷ്യബിൾ ആയിരുന്നുള്ളൂ. ബാക്കിയുള്ള ഒരിടത്തും ഇത് ഡിഫറൻഷ്യബിൾ അല്ലായിരുന്നു. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻസ് വെച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ്. മോഡുലസ് വാല്യൂ എങ്ങനെയൊക്കെയാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഉള്ളത് കൊണ്ട് റൂട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അവിടെ ഇമാജിനറി പാർട്ട് ഇല്ല. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ യു എക്സും വി എക്സും യു വൈയും വി വൈയും എല്ലാം കാണുക. യു എക്സ് എന്താ വരിക? യു എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. യു വൈ എന്ന് പറഞ്ഞാൽ 2y ആണ്. വി എക്സ് 0 ആയതുകൊണ്ട് വി എക്സും വി വൈയും 0 ആയിരിക്കും. ഓക്കെ, ഇനി കോഷി റീമാൻ ഇക്വേഷൻസ് എവിടെയൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം അല്ലേ? അതായത് ഇവിടെ യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2x ഈക്വൽ ടു 0 ആയിരിക്കണം. അതെപ്പോഴാണ് ഈ 0 ആവുക? എക്സ് ഈക്വൽ ടു 0 മാത്രമേ ആവുള്ളൂ. അതുപോലെ യു വൈ ഈക്വൽ ടു മൈനസ് വി വൈ എന്ന് പറഞ്ഞാൽ വി എക്സ് എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുക? 2y ഈക്വൽ ടു 0, അതായത് y ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താ? കോഷി റീമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ് വെൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 0. അതല്ലാത്ത പോയിൻറ്റ്സിൽ ഒന്നും തന്നെ നമുക്ക് 2x ഈക്വൽ ടു 0 എന്ന് പറയാം. എക്സിൻ്റെ വേറെ ഏത് വാല്യൂവിനും 2x ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? കോഷി റീമാൻ ഇക്വേഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എക്സെപ്റ്റ് 0. ഓക്കെ, 0 എന്നുള്ള പോയിൻ്റ് ഒഴികെ ഒരിടത്തും അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്താ? 0 ഒഴികെയുള്ള ഒരു പോയിന്റിലും അത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കരുതി അത് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതും കൂടി വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു സഫിഷ്യൻറ്റ് പാർട്ടുണ്ട്. അതായത് this theorem does not ensure the existence of f dash of 0. For the example mod z square, f dash of 0 for the function in example 3 എന്ന് പറഞ്ഞ mod z square ആണ്. To ensure this we need sufficiency theorem. Okay, due to the importance of the above example. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ ഇവിടെ 0 എന്നുള്ളൊരു പോയിന്റിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വേറൊരു കണ്ടീഷനും കൂടി എക്സ്ട്രാ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കൂ. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.